എല്ലാവർക്കും നമസ്കാരം. ഡോക്ടർ സരിത പ്രേം. 40 വയസ്സിന് മുകളിലുള്ള സ്ത്രീകളുടെ ശ്രദ്ധയ്ക്ക് ഒരുപാട് പേര് എന്നോട് റിക്വസ്റ്റ് ചെയ്തൊരു വീഡിയോ ആണ്. 40 വയസ്സിന് ശേഷം എങ്ങനെയാണ് ഡോക്ടർ നമ്മുടെ സ്കിന്നും ഹെയറും ഒക്കെ ഒന്ന് കെയർ ചെയ്യുന്നത്. പലപ്പോഴും ഈ ഒരു ഏജിന് ശേഷം എല്ലാവർക്കും മുടി കൊഴിച്ചിലും നമ്മുടെ സ്കിന്നിൽ ചുളുക്കം വീഴുമ്പോഴും അല്ലെങ്കിൽ കറുത്ത പാടുകളൊക്കെ മൂത്ത് വരുമ്പോഴായിരിക്കും എല്ലാവർക്കും ഒരു ടെൻഷൻ ഉണ്ടാവും, അല്ലെ? എന്തുകൊണ്ടെന്നറിയോ? ഈ ഒരു ഏജിന് ശേഷം നമ്മുടെ സ്കിന്ന് പെട്ടെന്ന് ചേഞ്ച് ആവുന്നത് 40 വയസ്സിന് മുകളിലുള്ള സ്ത്രീകളെ നോക്കിയിട്ട് എല്ലാവരിലും ഈസ്ട്രജൻ ക്രമാതീതമായിട്ട് കുറയും. ഈസ്ട്രജന്റെ ആ ഒരു ഹോർമോൺ കുറവ് മൂലം നമ്മുടെ സ്കിന്നിന്റെ പെട്ടെന്നുണ്ടാവുന്ന ഒരു ചേഞ്ചസ് ഉണ്ടാവും. അതായത് സ്കിന്ന് പെട്ടെന്ന് ചുളുങ്ങി പോവുക, അല്ലെങ്കിൽ സ്കിന്നിൽ പെട്ടെന്ന് ആ ഒരു ഫേംനെസ് കുറയുക, അല്ലെങ്കിൽ സ്കിന്ന് ഡ്രൈ ആവുന്ന ഒരു പ്രകൃതമൊക്കെ ഉണ്ടാവും. അതുപോലെ തന്നെ മുടി പൊട്ടി പോവുക, മുടി നേർത്ത് പോവുക, ഇതൊക്കെ ഈ ഒരു ഏജിന് ശേഷം സംഭവിക്കുന്നതാണ്. അപ്പൊ ഇങ്ങനെയുള്ള ഒരു സമയത്ത് അല്ലെങ്കിൽ ഈ ഒരു ഏജിന് ശേഷം എങ്കിലും നിങ്ങൾ കൃത്യമായ ഒരു സ്കിൻ ആൻഡ് ഹെയർ കെയർ റൊട്ടീനിലേക്ക് പോകുന്നത് അത്യാവശ്യമാണ്. അതായത് ഇപ്പൊ എക്സ്റ്റേണലി ആണെങ്കിൽ നിങ്ങൾക്ക് ഏറ്റവും നല്ല നിങ്ങളുടെ സ്കിന്നിന് സ്യൂട്ടബിൾ ആവുന്ന നല്ലൊരു ക്ലെൻസർ നിങ്ങൾക്ക് വേണം. അതേപോലെ നിങ്ങളുടെ സ്കിൻ ടൈപ്പ് അനുസരിച്ചുള്ള മോയ്സ്ചറൈസർ, അതേപോലെ സൺസ്ക്രീൻ. ഇത് നിങ്ങൾ ഒരു കാരണവശാലും ഈ ഒരു കാര്യത്തിൽ കോംപ്രമൈസ് ചെയ്യരുത്. പലരും ചോദിക്കാൻ 40 വയസ്സായില്ലേ, എന്തിനാണ് കൂടുതൽ ഇതൊക്കെ അപ്ലൈ ചെയ്യുന്നത് ചോദിക്കാം. പക്ഷെ നമ്മൾ ഇന്ന് ജീവിക്കുന്ന നമ്മുടെ സാഹചര്യത്തിൽ നമുക്ക് ഇതൊക്കെ ആവശ്യം വരും, നമ്മുടെ സ്കിന്നിനെ നല്ല രീതിയിലിട്ട് കൊണ്ടുപോകാനായിട്ട്. പിന്നെ അതേപോലെ തന്നെ നിങ്ങൾ എക്സ്റ്റേണലി നിങ്ങൾ ചെയ്യുന്നത്, അതായത് മുടിയാണ് ഏറ്റവും കൂടുതൽ ആളുകൾ കൺസേൺഡ് ആയിട്ടുള്ളത്. കാരണം ഈ ഒരു ഏജിന് ശേഷം മുടിക്ക് ഒരുപാട് ചേഞ്ചസ് വരും. കാരണം ഈ ഹോർമോണൽ ഡ്രോപ്പ് കാരണവും നമ്മുടെ ശരീരത്തിലുള്ള വിറ്റാമിൻ അല്ലെങ്കിൽ മിനറൽസിന്റെ ഒക്കെ കുറവ് കാരണമൊക്കെ മുടി പെട്ടെന്ന് കൊഴിഞ്ഞു പോവുക, അല്ലെങ്കിൽ ഗ്യാപ്പ് വീഴുക, അല്ലെങ്കിൽ പെട്ടെന്ന് നരയ്ക്കുക, ഇങ്ങനെയൊക്കെയുള്ള ചേഞ്ചസ് കാണും. അപ്പൊ നിങ്ങളുടെ മുടിയുടെ ഹെൽത്തിനെയും കൂടെ കൺസേൺ ചെയ്ത് നിങ്ങൾ ശരിക്കുന്നത് ഒന്നും നിങ്ങൾ ഇന്റേണലി എടുക്കുന്ന സപ്ലിമെന്റ്സ്, അതായത് നിങ്ങൾ എടുക്കുന്ന ഭക്ഷണം, നിങ്ങൾ എടുക്കുന്ന വെള്ളത്തിന്റെ അളവ്, ഇതൊക്കെ പ്രധാനപ്പെട്ടാണ്. അപ്പം എന്ത് തരത്തിലുള്ള ഭക്ഷണമാണ് ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ടത്? പൊതുവെ സ്ത്രീകൾക്ക് ഏറ്റവും കൂടുതൽ ഞാൻ കണ്ടിട്ടുള്ള ഒരു ക്രേവിംഗ് എന്ന് പറഞ്ഞാൽ സ്വീറ്റ്സ് ആണ്. ആദ്യം നിങ്ങൾ അവോയ്ഡ് ചെയ്യേണ്ടത് സ്വീറ്റ്സ് തന്നെയാണ്. അതായത് ഷുഗർ കട്ട് ഡയറ്റിലേക്ക് പോവുക. ഷുഗേഴ്സ്, ഈ ആർട്ടിഫിഷ്യൽ ആയിട്ടുള്ള ഷുഗേഴ്സ് അവോയ്ഡ് ചെയ്യുക. അത് കട്ട് ചെയ്യുമ്പോൾ തന്നെ നിങ്ങൾക്ക് ഏകദേശം നിങ്ങളുടെ സ്കിന്നും ഹെയറും ഒക്കെ ഒരു വിധത്തിലൊക്കെ ഒരു നല്ല ടെക്സ്ചറിലേക്ക് മാറുന്നതായിരിക്കും. ഷുഗർ കട്ട് ഡയറ്റിലേക്ക് പോയിട്ട് ധാരാളം പ്രോട്ടീൻസ് നിങ്ങളുടെ ആഹാരത്തിൽ ഇൻക്ലൂഡ് ചെയ്യാനായിട്ട് നോക്കുക. അതായത് പയറുവർഗ്ഗങ്ങള്, ഇലക്കറി വർഗ്ഗങ്ങള്, ചുമന്ന വെജിറ്റബിൾസ്, ഇതൊക്കെ നല്ല രീതിയിൽ ഇൻക്ലൂഡ് ചെയ്യാനായിട്ട് നോക്കുക. സമയത്തിന് ഭക്ഷണം കഴിക്കുക, അല്ലെങ്കിൽ കൃത്യമായി 7 മുതൽ 8 മണിക്കൂർ ഉറങ്ങുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. കാരണം പൊതുവേ സ്ത്രീകൾ കൃത്യസമയത്ത് ഭക്ഷണം കഴിക്കാറില്ല, അല്ലെങ്കിൽ കറക്റ്റായിട്ട് ഉറങ്ങാറില്ല, അല്ലെങ്കിൽ പകൽ സമയത്ത് കൂടുതൽ ഉറങ്ങും. അപ്പൊ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഒരുപാട് ഫിസിക്കലി അതുപോലെ തന്നെ മെന്റലി ഒരുപാട് ബുദ്ധിമുട്ടുകൾ നിങ്ങൾ ഫേസ് ചെയ്യേണ്ടി വരും. അപ്പം അതുകൊണ്ട് കൃത്യസമയത്ത് ഭക്ഷണം, ക്വാളിറ്റി ഫുഡ്, അതായത് നിങ്ങൾ കഴിക്കുന്ന ഭക്ഷണത്തിന്റെ എന്ത് കഴിച്ചാലും മതി. ഇപ്പൊ ഒരൊറ്റ ഇൻഗ്രീഡിയന്റ് ആണ് കഴിക്കുന്നതെങ്കിൽ പോലും അത് നിങ്ങൾ എടുക്കുന്നതിന്റെ നിങ്ങളുടെ ക്വാണ്ടിറ്റി, അതേപോലെ തന്നെ അതിന്റെ ക്വാളിറ്റി, അത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഈ ഒരു സമയത്ത് കാർബോഹൈഡ്രേറ്റ് എത്ര കുറയ്ക്കുന്നോ അത്രയും നല്ലതാണ്. നിങ്ങൾ അതേപോലെ രാത്രിയിലൊക്കെ ഒരുപാട് വൈകി ഭക്ഷണം കഴിക്കാതെ വളരെ നേരത്തെ തന്നെ വളരെ ലഘുവായിട്ടുള്ള ഭക്ഷണം കഴിക്കാനായിട്ട് നോക്കുക. അതേപോലെ വെള്ളം 2 മുതൽ 2.5 ലിറ്റർ വെള്ളം കൃത്യമായിട്ട് കുടിക്കാനായിട്ട് നോക്കുക. എങ്കിൽ മാത്രമേ നിങ്ങളുടെ സ്കിന്നിനൊക്കെ നല്ല ഹൈഡ്രേഷൻ കിട്ടത്തുള്ളൂ. പിന്നെ അത്യാവശ്യം നമുക്ക് ചെയ്യേണ്ട എക്സ്റ്റേണൽ കെയർ, ഇപ്പോൾ ഒരു ഏജിങ് സൈൻസ് ഒക്കെ വന്നു കഴിയുമ്പോൾ പൊതുവെ നമ്മൾ പറയാറുണ്ട് നൈറ്റ് നിങ്ങൾ റെറ്റിനോൾ ബേസ്ഡ് ആയിട്ടുള്ള സിറംസ് ഉപയോഗിക്കുക. അതേപോലെ അത് വീക്ക്ലി 1 or 2 നിങ്ങൾ യൂസ് ചെയ്യുക. അത് നിങ്ങൾക്ക് നല്ല ഡ്രൈ സ്കിൻ ആണെങ്കിൽ നല്ലൊരു മോയ്സ്ചറൈസർ യൂസ് ചെയ്യാനായിട്ട് നോക്കുക. രാത്രിയിൽ നിങ്ങൾ കുളിച്ച് വന്ന ഉടനെ നിങ്ങളുടെ സ്കിന്ന് ഭയങ്കര ഡ്രൈ ആവാതിരിക്കാൻ വേണ്ടിയിട്ട് പെട്ടെന്ന് തന്നെ എന്തെങ്കിലും ഒരു മോയ്സ്ചറൈസർ, ഗ്ലിസറിൻ കണ്ടൊക്കെയുള്ള മോയ്സ്ചറൈസർ നിങ്ങൾ ഉപയോഗിക്കുകയാണെങ്കിൽ വളരെ നല്ലതായിരിക്കും. ഈ ഒരു സമയത്ത് സെറാമൈഡ് അടങ്ങിയിട്ടുള്ള മോയ്സ്ചറൈസേഴ്സ് ഒക്കെ വളരെയധികം യൂസ്ഫുൾ ആയിരിക്കും. എപ്പോഴും കുറച്ച് മിനറൽ ബേസ്ഡ് ആയിട്ടുള്ള സൺസ്ക്രീൻ ആയിരിക്കും നിങ്ങൾക്ക് ഏറ്റവും നല്ലത്. നിങ്ങളുടെ സ്കിന്നിന്റെ ആ ഒരു സെൻസിറ്റിവിറ്റിയും കാര്യങ്ങളൊക്കെ മാറ്റാനായിട്ട് ഒത്തിരി സഹായിക്കുകയും ചെയ്യും. പിന്നെ അതേപോലെ തന്നെ സ്ട്രെസ്സും കാര്യങ്ങളൊക്കെ ഒത്തിരി ഉള്ളതുകൊണ്ട് അത്യാവശ്യം ബ്രീത്തിങ് എക്സസൈസ് ഒക്കെ ശീലിക്കുകയും അതേപോലെ കുറച്ചൊരു ഹെൽത്തി, കംപ്ലീറ്റ് ഹെൽത്തി ലൈഫ് സ്റ്റൈലിലേക്ക് പോവുകയാണെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ സ്കിന്നിനും ഹെയറിനും ഒക്കെ ഉണ്ടാകുന്ന ഈ ഒരു ചേഞ്ചസിനെ ഒഴിവാക്കാൻ പറ്റും. പിന്നെ പൊതുവെ നിങ്ങൾക്ക് മുടി കൊഴിച്ചില്ല മറ്റെന്തെങ്കിലും കാരണങ്ങളോ, അതായത് ഹോർമോണലായിട്ടോ അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്തെങ്കിലും വിറ്റമിൻ ഡെഫിഷ്യൻസിയോ ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അത് കൃത്യമായിട്ട് രക്തപരിശോധന ചെയ്തിട്ട് ഒരു രോഗനിർണയം എന്താണെന്ന് മനസ്സിലാക്കിയിട്ട് ഒരു വൈദ്യന്റെ നിർദ്ദേശപ്രകാരം അതിന് ആവശ്യമായിട്ടുള്ള മരുന്നുകളോ സപ്ലിമെന്റ്സോ നമുക്ക് കൃത്യമായിട്ട് കഴിക്കാം. വിറ്റമിൻ D3 ഇന്ന് ഒരുപാട് പേർക്ക് കുറവാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ ഈ ഒരു സമയത്ത് നിങ്ങൾ നോക്കുന്നതിന്റെ കൂടെ വിറ്റമിൻ D3 നോക്കേണ്ടത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. അപ്പൊ ഡെയിലി നിങ്ങളുടെ ഒരു ഡയറ്റിൽ നിങ്ങൾക്ക് omega-3 സപ്ലിമെന്റ്സ് എന്തെങ്കിലുമൊക്കെ കഴിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് അത് കുറച്ചുകൂടെ നിങ്ങളുടെ ഒരു സ്കിൻ ആൻഡ് ബോൺ ഹെൽത്ത് ഒക്കെ നല്ല രീതിയിൽ ഇരിക്കാനായിട്ട് സഹായിക്കും. അപ്പൊ ഇത് എല്ലാവരിലേക്കുമായി ഷെയർ ചെയ്യുക.